എന്തൊക്കെ പണ്ടാരങ്ങൾ കണ്ടാലാണ് ഒരു ദിവസം അവസാനിക്കുക അല്ലേ? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ് താത്ത, നിങ്ങൾ ഉമ്മറക്ക് പോയിട്ട് വന്നതാണോ അതോ സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്നതാണോ? അല്ല, നിങ്ങൾ ദുബായൊക്കെ ചെയ്യുന്നത് കണ്ട് തോന്നിയതാണ്. എന്തായാലും നമ്മളൊന്നും പറയുന്നില്ല, പ്രേക്ഷകര് നിങ്ങൾ തന്നെ കണ്ടിട്ട് എന്താണെന്ന് വിലയിരുത്തി. അല്ലാതെ എന്തിനാണ് അധികം ബോറടിപ്പിക്കണം? കണ്ടോളി, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം. കണ്ടോ? ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സിനിമ. കുറെ അലവിലാത്ത സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്, ഒന്നിനും കൊള്ളൂല. മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. അത് കണ്ടിട്ട് പച്ച സിനിമ, ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പഴയ സിനിമകളൊക്കെ എവിടെ? എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ഇന്ന് ഇതിന് വേണ്ടി മനുഷ്യന് ബുദ്ധിമുട്ട് പൈസ തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല. ഇതൊക്കെയാണ് സിനിമ. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുക. പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരട്ടെ. അല്ലാണ്ട് ഈ കുറെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിച്ചിട്ട് തിയേറ്ററിൽ സമയത്തിട്ടാ പോണത്. നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക. അള്ളാഹുവാണ് എന്നെ ഇതിന് മുമ്പിൽ എത്തിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇടണം. ഇതൊക്കെയാണ് സിനിമ. പാവണ്ട് ഇതിന് ആരോ വിളിച്ചോണ്ട് വന്നിട്ട് പറ്റിച്ചിക്കാണ്. ടൂർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് സിനിമക്ക് പറ്റിച്ചിക്ക. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നോക്ക്. പാവം അത് കണ്ടപ്പോ അതിന് എന്തോ എടുത്ത് കിട്ടിയ മാതിരിയാണ്. പാവണ്ട്. അള്ളാഹുവാണ് അവിടെ എത്തിച്ചെന്നാ പറഞ്ഞു. നല്ല ഈമുള്ള ചെയ്ത്താൻ. എന്തായാലും തിരക്കിട്ടില്ല മാമ. അത് പൊളിച്ച് അങ്ങനെ തന്നെ നിങ്ങൾ പറയണ ആ വീഡിയോ എടുക്കണില്ലേ, അവന്റെ മോന്തൊക്കെ നാലാണ്ട് കൊടുക്കണ്ട. കൊണ്ടുപാടാ സിനിമ പറഞ്ഞു. അങ്ങനെ ചെയ്യേണ്ടത്. ഒന്ന് സൂക്ഷിച്ച് നടന്നോളി. താത്ത ആകെ പ്രശ്നം വിട്ട അല്ലമ്മാമ ആകെ കയ്യിന്ന് പോയിട്ടാണ്. പിന്നെ ആ പഴയ ആൾക്കാരെ പഴയ നടന്മാരെയൊക്കെ സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ലേശം പാടാം. അവരിപ്പോ തൈലം തേച്ച് ചൂടുവെള്ളം പിടിപ്പിച്ചിരിക്കണ പ്രായ. ഇതേപോലെ ഈ ചെക്കന്മാര് ചാടണമാരിയൊക്കെ ചാടിയാ നിങ്ങക്ക് സമാധാനം ഉണ്ടാവും. കാരണം നിങ്ങൾ വേറെ പണിയൊന്നുമില്ലല്ലോ, ഈ സിനിമ കണ്ട് നടക്കുകയല്ലേ. അതുപോലെ ഇപ്പൊ അവര് സിനിമയിൽ അഭിനയിച്ച് അവര് റിട്ടയർഡ് ആയി. ഓരോരോ അവസ്ഥ അല്ലേ. ഇങ്ങനെയുണ്ട് ജീവിതം. എന്നാലും ഇതൊക്കെ എവിടുന്നാ വരുന്നത് പടച്ചോനെ ഇങ്ങനെ? അല്ല ഉമ്മാമ ശരിക്കും റോക്കറ്റിലാ കയറിയിരിക്കണത്. മേലക്ക അങ്ങോട്ട് കോട്ടയുണ്ട്. ഓരോരോ സാധനങ്ങൾ പടച്ചോനെ. ലോകം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട് ജീവിക്കണേനൊക്കെ നല്ലതാ. ഫാദിനെ കാരണം ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും. എവിടെന്നെങ്കിലും പൊക്കി പിടിച്ചിട്ട് വരും ഇതുപോലത്തെ വീഡിയോ. വല്ലാത്തൊരവസ്ഥ എന്റെ പൊന്നേ. ഒരു സിനിമയും കണ്ടെന്നുണ്ട്. സൂപ്പർ സിനിമ, ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാഷാ അല്ലാ, മാഷാ. എന്തായാലും വല്ലാത്ത അവസ്ഥ തന്നെ പൊന്നേ. ഒരു ദിവസം പോണെങ്കിൽ എന്തൊക്കെ കാണണോടെ. വയ്യ, മടുത്ത് ജീവിച്ച് മടുത്ത് വല്ല ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ പോയാ മതി.